ഹലോ ഗൈസ്, ഇപ്പോൾ ഇന്നത്തെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ എന്താണെന്ന്? ഇത്രയുള്ളൊരു സാധനമാണ്. ഇനി ഗസ്. അപ്പോൾ നിങ്ങൾ ഗസ് ചെയ്തിട്ട് വരും, അപ്പോഴേക്കും ഞാൻ തുറന്ന് കാണിക്കാം. തുറക്കാൻ പറ്റുന്നില്ല ഗൈസ്. കത്രിയെ മുക്കി കൊണ്ട് കയറൂ. കത്രിച്ച് മാറ്റിപ്പിടി. നമുക്കിത് കത്രിക വെച്ച് മുറിച്ചെടുക്കാം. എനിക്കിപ്പോൾ മനസ്സിലായോ ഇതെന്താന്ന്? യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. മൈക്കാണ് വാങ്ങിയത്. അതിൽ പ്ലാസ്റ്റിക് കവറെല്ലാം ഞാൻ ഊരിയെടുത്തു. ഇത് നമുക്ക് തുറക്കാം. ഇങ്ങനെ തുറന്നാൽ ചിലപ്പോഴേ സാധനം താഴെ വീണാലോ. എന്തൊക്കെയോ താഴെ പോകുന്നല്ലോ. വാറൻറ്റി കാർഡാണ്. യെസ്, ഗ്രീനാരോ ആണ്. അപ്പം അതിനകത്ത് ഇത് ഏത് വേർഷനാന്ന് ചോദിച്ചാൽ S13 Pro. അത് ഈ കവറിനകത്തുണ്ട്. അപ്പം ഇതാണ് ഞാൻ വാങ്ങിയത്. അത്യാവശ്യം യൂട്യൂബിൽ റിവ്യൂസ് നോക്കിയതിൽ വെച്ച് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ട് എനിക്കിത് തോന്നി. ഇങ്ങനെയാണ് അകത്ത് വരുന്നത്. അപ്പം ഈ അറ്റത്തിരിക്കുന്നതാണ് റിസീവർ. ഇത് നമ്മൾ ഫോണിൽ കുത്തണം. പിന്നെ ഉള്ളത് 2 മൈക്ക്. വേറൊന്നുമില്ല, ഫോണിൽ ഇങ്ങനെ ചുമ്മാ കുത്തുക. ഇത് 2 മൈക്കാണ്. കാണാവോ ഗൈസ്? നോക്കൂ, കാണാമോ? പിന്നെ അതിനകത്ത് വരുന്നതാണ് ഇങ്ങനൊരു സംഭവം കൂടെ. ഇതാണ് അത്. നമുക്ക് അതിൻ്റെ കൂടെ വരുന്നൊരു വയർ. ഇത് മൈക്ക് ചാർജ് ചെയ്യാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഈ ഒരു സാധനം ആപ്പിളിൽ കണക്ട് ചെയ്യാനുള്ള സാധനമാണ്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ആപ്പിളിൻ്റെ ഫോണിലാണ്. അപ്പം എനിക്ക് ഈ ഒരു സാധനം അതിൽ ഓൾറെഡി ഉണ്ട്. അപ്പം അത് ഇതുമായിട്ട് കണക്ട് ചെയ്യണം. ഒരു ടിങ് എന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കുമ്പോൾ കണക്ട് ചെയ്യുന്നത് മനസ്സിലാവും. ഇതിനി ഫോണിലോട്ട് കൊടുക്കുമ്പോഴേക്കും അപ്പം ഇത് നമ്മൾ ഫോണിലോട്ട് ഇനി കുത്തും. എന്നിട്ട് മൈക്രോഫോൺ ഓൺ ചെയ്ത് കണക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിൽ കൂടെ സംസാരിക്കുമ്പം ഇപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അധികം വോയിസ് സ്ട്രെയിൻ ഇല്ലാതെ സംസാരിക്കാൻ പറ്റും. അപ്പം ഇത് നമ്മൾ ഫോണിലോട്ട് ഇനി കുത്തും. എന്നിട്ട് മൈക്രോഫോൺ ഓൺ ചെയ്ത് കണക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിൽ കൂടെ സംസാരിക്കുമ്പം ഇപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അധികം വോയിസ് സ്ട്രെയിൻ ഇല്ലാതെ സംസാരിക്കാൻ പറ്റും. യെസ്, ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്തു. ഇത് ഓൺ ആയിട്ടുണ്ട്, കണ്ടല്ലോ. ഞാനിത് ഇവിടെ കുത്തിവെക്കുന്നു. ഓക്കെ, ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അഥവാ പറയുന്ന കേൾക്കുന്നില്ലെങ്കിൽ എൻ്റെ ലിപ് മൂവ്മെൻറ്റ്സ് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഞാനൊന്ന് ഇത് വർക്കാവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. അല്ലോ, ഞാനിനി ദൂരെ പോയി സംസാരിച്ചിട്ട് വരാവേ. ബൈ. പറയുന്നത് കേൾക്കാവോ? 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 കേൾക്കാം? കാണാമോ എന്നെ? ഞാൻ പറയുന്ന ഓഡിബിൾ ആണോ? ഹായ് ഗായ്സ്, കേൾക്കാമോ എന്നെ? ഈ പവർ ബട്ടൺ ഉണ്ടല്ലോ, ഇതിൽ തന്നെ അതിൽ തന്നെയാണ് നമ്മൾ നോയിസ് റിഡക്ഷൻ്റെ 3 ലെവല് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ 3rd ലെവല് കീപ്പ് ചെയ്താണ് വെച്ചേക്കുന്നത്. 3 തവണ ഞെക്കി. അപ്പം ഈ ഇന്റർ കണക്ട് ചെയ്തേക്കുന്ന സിമ്പിൾ ഇല്ലേ, നമ്മൾ ഒരു ഫസ്റ്റ് നോയിസ് റിഡക്ഷൻ്റെ ഫസ്റ്റ് ലെവലാണെങ്കിൽ ഒറ്റ തവണ ബ്ലിങ്ക് ചെയ്യും. രണ്ടാമത്തെ തവണ നമ്മളത് പ്രസ് ചെയ്യുമ്പം 2 തവണ അത് ബ്ലിങ്ക് ചെയ്യും. പിന്നെ 3ാമത്തെ ലെവലിലോട്ടാകുമ്പോൾ അത് 3 തവണ ബ്ലിങ്ക് ചെയ്യും. അങ്ങനെയാണ് നമ്മളിതിൻ്റെ നോയിസ് ക്യാൻസലേഷൻ്റെ ലെവല് അറിയുന്നത്. ഇപ്പോൾ ഞാൻ 3rd ലെവലാണ് ഇട്ടേക്കുന്നത്, ഏറ്റവും കൂടിയത്. എന്നിട്ട് ഞാനിപ്പോൾ ഫാൻ ഇല്ലാതെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കിനി ഫാൻ ഇട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഫുൾ സ്പീഡ് ഇട്ടോ, 5th അല്ലേ? നല്ല ചൂട്.
ഒന്നാമത് റിംഗ് ലൈറ്റും എല്ലാം കൂടെ വെച്ചിട്ട് ഫാനും കൂടെ ഇടാതെ ഷൂട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ഭയങ്കരമാണ്. ഇപ്പം ഞാനിപ്പം ഫാൻ ഫുൾ സ്പീഡിലിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്കത് എത്രത്തോളം ഫാനിൻ്റെ ശബ്ദം കേൾക്കാം എന്നുള്ളത് എനിക്കറിയില്ല. എനിക്കിനി ഈ വീഡിയോ കട്ട് ചെയ്തിട്ട് നോക്കണം. അപ്പോൾ നമുക്കിനി വീഡിയോ കട്ട് ചെയ്ത് നോക്കിയിട്ട് കാണാം. അപ്പം ഞാനിപ്പം നോക്കി ഫാൻ ഇട്ടിട്ട് കേൾക്കുന്നുണ്ടോയെന്ന്. അപ്പം കേൾക്കുന്നില്ല. അപ്പോൾ ഇത് പക്കയാണ്, നല്ല നോയിസ് ക്യാൻസലേഷനും കാര്യമുള്ള മൈക്കാണ്. എന്നാൽ വലിയ റേറ്റ് ഇല്ല, അഫോർഡബിൾ ആണ്. വാങ്ങിയത് 2500 ആമസോൺ വഴി. അപ്പം ആ ഒരു വിലയ്ക്ക് ഇത് വർത്തായിട്ട് തോന്നി, കാരണം 2 മൈക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പം ഇത് എത്രത്തോളം ചാർജ് നിൽക്കും എന്നുള്ളത് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ ഷോർട്സ് ആയിട്ടോ എങ്ങനെയെങ്കിലും അപ്ഡേറ്റ് ചെയ്യാം, ചാർജ് എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതെല്ലാം. അപ്പോൾ ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാൻ ഈ മൈക്ക് വാങ്ങാനുള്ളതിൻ്റെ പ്രചോദനം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇപ്പോഴൊന്നും വാങ്ങണമെന്ന് വിചാരിച്ചത് സാധനമേ അല്ല മൈക്ക്. ഒന്നാമത്തെ, ഇപ്പോൾ ജോലിക്കും കാര്യങ്ങളെല്ലാം പോകുന്ന കാരണം എനിക്ക് ഇതിന് വേണ്ടിയുള്ള ടൈം ഭയങ്കര ലിമിറ്റഡ് ആണ്, ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനും എല്ലാത്തിനുമായിട്ട്. അപ്പം ഞാൻ മിക്ക വീഡിയോയും ഷൂട്ട് ചെയ്യുമ്പം ഒന്നെങ്കിൽ രാത്രി എല്ലാവരും ഉറങ്ങിയതിന് ശേഷമുള്ള ടൈം ഞാൻ ചൂസ് ചെയ്യണം. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം മിക്കവാറും അവധി ദിവസങ്ങളിലായിരിക്കും ഞാൻ വീഡിയോ എടുത്തിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം നമുക്ക് എന്താണ് കുറച്ച് ഫോർമാലിറ്റി കൂടി പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എത്ര ഇൻഫോർമൽ ആണെന്ന് വിചാരിച്ചാലും ഫോർമലായി പോകും. അപ്പം അതൊരു പ്രശ്നമായിരുന്നു. പിന്നെ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന കാരണം കൺസ്ട്രക്ഷൻ നോയ്സും കാര്യങ്ങളൊക്കെ മിക്കവാറും വരാറുണ്ട്. പിന്നെ പിള്ളേർ കോറിഡോറിൽ കൂടി ഓടി കളിച്ച് നടക്കുമ്പോൾ അവരുടെ ബഹളം കേൾക്കാറുണ്ട്. പിന്നെ അപ്പോൾ ഞാനത് ഒന്നേന്ന് എനിക്ക് ചെയ്യേണ്ടി വരും വോയിസ് ഓവർ. പിന്നെ ഇവിടെ TV വെച്ചാലോ അല്ലെങ്കിൽ ഫോണിൽ ഇവിടെ അപ്പുറത്ത് ഹോളിലിരുന്ന് ഫോണിൽ എന്തെങ്കിലും വീഡിയോ കണ്ടാൽ പോലും അതിൻ്റെ വോയിസും എനിക്കവിടെ കിട്ടും. അപ്പം ആരും വീട്ടിനകത്ത് ഒന്നും ചെയ്യാനും പാടില്ല, പുറത്തും ചെയ്യാൻ പാടില്ല, മുകളിലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ മാത്രമേ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. മാത്രമല്ല പുറത്തൊക്കെ വ്ളോഗ് ചെയ്യുമ്പോഴും, ഇപ്പോൾ ഞാൻ കന്യാകുമാരി വ്ളോഗൊക്കെ എടുത്തപ്പോഴും ഞാൻ ഫേസ് ചെയ്തൊരു പ്രശ്നം വെച്ചാൽ, ഞാൻ ഈ ഫോണിൽ കൂടി ഇങ്ങനെ നോക്കി സംസാരിക്കുമ്പോൾ ആ വോയിസ് അത്രയും ക്യാച്ചപ്പ് ആവുന്നുമില്ല. പിന്നെ നമുക്ക് ലൈവായിട്ട് സംസാരിക്കേണ്ട സ്ഥലങ്ങളിൽ ആ ഒരു ലിമിറ്റേഷൻ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ് ഞാൻ മൈക്കിലൊന്ന് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതാണ് എൻ്റെ ന്യൂ അപ്ഡേറ്റ്, എൻ്റെ ഒരു അൺബോക്സിങ് കൈൻഡ് ഓഫ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ പിന്നെ ഒരു ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ.